രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. ശരിക്കും കൊട്ടിഘോഷിച്ച് തന്നെയാണ് ഈ സിനിമാ നയമൊക്കെ കൊണ്ടുവന്നത്. പെട്ടെന്ന് ഇവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു, വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. കുറച്ച് കാശ് ചെലവ് ആയതല്ലാതെ മറ്റ് പ്രത്യേകിച്ച് ഒരു ചലനവും ഉണ്ടാക്കാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല, അല്ലേ? മോദി, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് കാരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇത് എല്ലാ സിനിമാ മേഖലയിലെ, സാംസ്കാരിക മേഖലയിലെ, അത്തരത്തിൽ പല മേഖലയിലുള്ള ആളുകളുടെ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ സിനിമാ നയത്തിലേക്ക് വരുന്നത്. ഏറ്റവും ഒടുവിൽ മാർച്ച് മാസമാണ് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുന്നത്. എന്നിട്ടും പുതിയ സർക്കാർ മാറി വരുമ്പോൾ ഇത്തരത്തിലൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ എന്ത് നിലപാടെടുക്കും എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ശുപാർശ രൂപത്തിലാണ്. ഇനിയും ചർച്ചകൾ വേണം, ആലോചന വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തന്നെ 1.5 കോടിയിലധികം രൂപ ചിലവായി. അത്രയധികം രൂപ ചിലവാക്കി നടത്തിയൊരു പരിപാടിയുടെ ഫലം എന്തായി എന്നുള്ള ചോദ്യമാണ് മാതൃഭൂമി ന്യൂസ് ചോദിക്കുന്നത്. കാരണം ഏതായാലും സിനിമാ നയം എന്ന് പറയുന്ന തരത്തിലേക്ക് മന്ത്രിസഭ അംഗീകാരം നേടിയൊരു ഡോക്യുമെൻ്റ് എന്തായാലും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അതിനെന്ത് ഭാവിയാണുള്ളത്, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ICC പോലുള്ള ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. സിനിമയിൽ അനിവാര്യത കൂടിയാണ്, അത് പല അഭിപ്രായങ്ങളും ഉയർന്നതാണ്. അപ്പോൾ അതുൾപ്പെടെ നടപ്പിലാക്കാൻ ഇനിയും വൈകണമോ എന്നുള്ള ചോദ്യമുണ്ട്. ഒപ്പം മുൻപ് ഇത്തരത്തിൽ 1.5 കോടിയിലധികം രൂപ ഉപയോഗിച്ച് സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവിൻ്റെ ഫലമായി ഉണ്ടായ സിനിമാ നയത്തിൻ്റെ ഭാവി എന്താണ്? ഈ സർക്കാർ എങ്ങനെയാകും സിനിമാ നയത്തിലുള്ള സമീപനം കാണിക്കുക? മറ്റ് ചർച്ചകൾ ഇതുപോലെ മറ്റൊരു കോൺക്ലേവ് കൂടി സംഘടിപ്പിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയൊക്കെയുണ്ട്. അപ്പോൾ അതിന് മറുപടി കൃത്യമായി പറയേണ്ടത് സാംസ്കാരിക വകുപ്പും മന്ത്രിയുമാണ്. ആ ചോദ്യമാണ്, ഇതിൻ്റെ ഭാവി എന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ എന്തായാലും മാതൃഭൂമി ന്യൂസ് മുന്നോട്ട് വയ്ക്കുന്നത്.